കല്യാണത്തിന് പോയൊന്ന് വന്ന് കിടന്ന് ഇപ്പം എഴുതിച്ചതേ ഉള്ളൂ. ഭയങ്കര ക്ഷീണം, യാത്രാക്ഷീണം. നിങ്ങൾ പോയായിരുന്നോ? അങ്ങ് തിരുവനന്തപുരത്തുള്ള ഏതാ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. പേരൊന്നും എൻ്റെ വായിൽ വരത്തില്ല. ആഡംബരം കാണിക്കുക അല്ലാതെ എന്തോ പറയാൻ. ഇവിടെ അങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ പോരായിരുന്നോ? പെണ്ണ് കറുത്തിട്ടാ, പൊക്കവും കുറവാ. ചെറുക്കന് നിറമുണ്ടെങ്കിലും പൊക്കം കുറവാ. പിന്നെ പൂത്ത കാശുണ്ട്. അരിയൊന്നും വെന്തില്ല. എന്തോരം കാറ്ററിംഗുകാരിവിടെ ഉണ്ട്, അവരെ അങ്ങനെ വിളിച്ചാൽ പോരായിരുന്നോ? പെണ്ണിൻ്റെ ഏതോ കൂട്ടുകാരിയുടെ അച്ഛൻ്റെ കാറ്ററിംഗ് എന്നങ്ങാണ്ടാ പറഞ്ഞത്. അരി കല്ല് പോലായിരുന്നേ. പായസമാണെങ്കിൽ ഇവിടെ ഒഴിച്ചാൽ അവിടെ നിൽക്കും. കറി ഒന്നും ഒരു വകയ്ക്കും കൊള്ളത്തില്ല. നാലാമത്തെ റൗണ്ട് ചോറ് ചോദിച്ചപ്പോൾ ചോറില്ലെന്ന്. പിന്നെ കൊണ്ടുപോയ 2-3 പാത്രത്തിലൊക്കെ കറി കൊള്ളത്തില്ലെങ്കിലും കോരിക്കൊണ്ട് വന്ന് ഞാൻ. ഇവിടെ ഇരുന്നാൽ ചൂടാക്കി എടുക്കാം, കൊള്ളത്തില്ല എങ്കിലും പിന്നെ ആവട്ടെന്ന് വിചാരിച്ച്. പിന്നെ എന്താണ്ടൊക്കെ കുന്തം വാരി ആ പെണ്ണ് മോന്തേ തേച്ചേക്കുന്നു. ഒരു വകയ്ക്കും കൊള്ളത്തില്ല. മേക്കപ്പ് ഒന്നും ഇടാണ്ട് വന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലും മെനയുണ്ടായിരുന്നു. ഓ, ഡ്രസ്സ് നമ്മളൊക്കെ സാരിയൊക്കെ ഉടുത്തല്ലേ കല്യാണത്തിന് മണ്ഡപത്തിൽ കയറുന്നത്. ഇത് എന്തോ എങ്ങാണ്ട് ലെഹങ്കേ ഗൗണാ, അവിടെ ഇവിടെ എല്ലാം കാണാം. കഴുത്തൊക്കെ ഇത്രയും വെട്ടി തുറന്നിട്ടേക്കുന്നു. പിന്നെ വയറ് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം കാണാം. എന്തോ ഒരു പെണ്ണുങ്ങളാണ് എന്തോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒരേ പരിഷ്കാരങ്ങൾ എന്തോ പറയാൻ. ഡാൻസ് തുള്ളിക്കൊണ്ടാ മണ്ഡപത്തിലോട്ട് പെണ്ണ് വരുന്നത്. അടക്കോ ഒതുക്കോ ഉള്ള ഒരെണ്ണത്തിനാ ഇപ്പം എടുക്കാനില്ല. കല്യാണത്തിൻ്റെ അന്ന് വരെ തുള്ളല അല്ലേ, എന്തോരം ആണുങ്ങൾ ഇരിക്കുന്നതാ. ഒന്ന് അടങ്ങി ഒതുങ്ങി വന്നൂടെ? കലിയുഗം അല്ലാതെ എന്തോ പറയാൻ.